നമുക്കിന്ന് ബീഫും ഉരുളൻകിഴങ്ങും കൂടി ഒരു കറി വയ്ക്കാം. അപ്പോൾ ബീഫ് രണ്ടും സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നത്. കാരണം ഉരുളൻകിഴങ്ങ് നമ്മുടെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളായി കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വേപ്പില, അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയാണ്. അതൊരു 10-35 ചുവന്നുള്ളി ഉണ്ട്. അപ്പോൾ ചുവന്നുള്ളി എന്തിന് ഇത്ര അധികം ഉണ്ടെന്ന് ചോദിക്കുക. അത് നല്ല ടേസ്റ്റാണ് ഈ നമ്മുടെ ബീഫിലിട്ട് വേവിക്കുമ്പോൾ. പിന്നെ ഒരു പച്ചമുളക്, 2 പച്ചമുളക്. അത് നുറുക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. കുക്കറിലിട്ടത് അങ്ങനെ അടിഞ്ഞ് ചേർന്നു. പക്ഷേ ബീഫിൽ അത്ര അധികം ചുവന്നുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടിയും 1 ചെറിയ സ്പൂണ് ഗരം മസാലയും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ ഇപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീരോ അങ്ങനെയൊന്നും ചേർക്കില്ല. ഇതൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഇനി വേറെ ഇത് വെന്ത് വരട്ടെ. ഞാനിപ്പോൾ ഒരു 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉപ്പിട്ടിട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഇട ദിവസം ഉണ്ടാക്കണ സൺഡേയാണ് വലിയ ആർഭാടത്തിലൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളതങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, ബീഫും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാം. അത് ചൂടായി വരട്ടെ. 2 സബോള, ഒരു ചെറിയ സബോളയാണ് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. അപ്പോൾ 2 സബോള എടുത്തിട്ടുണ്ട്. ഒരു 10-35 ചുവന്നുള്ളി അത് അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ല, ഞാൻ അരിയാണ്ട് ഒരു 10-35 അതിലിട്ടുണ്ട്, കുക്കറിലുണ്ട്. അപ്പോൾ ചുവന്നുള്ളിക്ക് ബീഫ് കറിയിൽ ഭയങ്കര പ്രാധാന്യമാണ്. അതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഒരിതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ചെന്നാലും നല്ലതാണ്, ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചുവന്നുള്ളി ഞാൻ നന്നായിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരട്ടെ. അങ്ങനെ കുക്കറിൽ അല്ല, ഈ ബീഫിൽ ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് നോക്കിയോളൂ, കുറച്ചധികം ഇട്ട് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു 10 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണമാണ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അതിലിട്ടതാണ് കേട്ടോ. ഇനി വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ്, അത് നമുക്ക് കീറിയിടാം. ഇത് നിങ്ങളിപ്പോൾ ഉണ്ടാക്കണ കറി തന്നെയാണ്. എന്നാലും ഞാൻ എൻ്റെ ഇന്നത്തെ കറിയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നും അത്. അപ്പോൾ അത് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെ മണം പച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ചെയ്തതൊക്കെ വേസ്റ്റായി, പിന്നെ രസം ഉണ്ടാവില്ല. അപ്പോൾ ആ വെളുത്തുള്ളി നന്നായി അതിൻ്റെ പച്ചമണം പോകണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 തക്കാളിയാണ് നമ്മൾ ചെറുതായി അരിഞ്ഞ് ചേർക്കേണ്ടത്. നല്ല പഴുത്ത തക്കാളിയാണ്. ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നേരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം അത് തക്കാളി.
അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ബീഫ് ഒഴിക്കാം. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ വെച്ച് എടുക്കാം. അപ്പോൾ ആ ഉരുളൻകിഴങ്ങിലേക്കൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ പിടിച്ച് ഉരുളൻകിഴങ്ങ് കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അത് അടപ്പ് വെച്ച് മൂടി ഒരു ചെറിയ തീയിൽ വെച്ചാൽ മതി. ചാറ് സ്വല്പം ഇരുന്നോട്ടെ. അപ്പോൾ ആ 15 മിനിറ്റിന് ശേഷം നമ്മളെടുത്തു. ഉപ്പൊക്കെ പാകമാണെന്ന് വീണ്ടും നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ പാകമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇലകളൊക്കെ കഴിക്കാൻ മടിയാണ്. ഇതിൻ്റെ ഇടയിലാകുമ്പോൾ നമ്മളിതൊക്കെ കഴിച്ചു പോകും. അപ്പോൾ ഇതും അയണാണ്. അപ്പോൾ കറികളിൽ പറ്റുന്ന കറിയിലൊക്കെ കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബീഫും ഉരുളൻകിഴങ്ങും കറി വെച്ച് വളരെ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കറി ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.